ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ നമ്മൾ പവർ ബി ഐയുടെ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ അതിലൊരു 10 വീഡിയോസ് മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഈസ് ഓൺലി ഫോർ അവർ മെമ്പേഴ്സ്. ഓക്കെ, മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് പേയ്മെന്റ് വരുന്നുണ്ടാവും. 1199 സംതിങ് റുപ്പീസ് വരുന്നുണ്ട് പേയ്മെന്റ്. അപ്പൊ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള ആ പേയ്മെന്റിന് വേർത്ത് ആയിട്ടുള്ള അതിന് മുകളിലായിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടുന്നുണ്ടാവും. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരു പവർ ബി എ പഠിക്കുകയാണെങ്കിൽ തന്നെ 1000-1200 രൂപയ്ക്കൊന്നും ഒരിടത്തും കിട്ടത്തില്ല അല്ലേ? 2, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ തന്നെ കണക്ട് ചെയ്യാം. അപ്പം തന്നെ നമുക്കിത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഫൈൻ. പിന്നെ ഞാൻ എന്നും പറയണ പോലെ ഹായ് ഹലോ എന്ന് മാത്രം അയച്ചിട്ടാൽ പോരാ, ഡൗട്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അയക്കണം. 3, നിങ്ങൾക്ക് അതിന് കോഴ്സ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കുറേ പേർക്ക് അറിയാം, എനിക്ക് ഒരു കമ്പനി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വിജിലൻറ്റ് ബൈറ്റ് നോളജ് ലാബ്സ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. അപ്പം അതിൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഇ സർട്ടിഫിക്കറ്റ്, ഇന്റേൺഷിപ്പ് ഓർ കോഴ്സ് കംപ്ലീഷൻ ഇ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എനിക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഓൺലൈൻ മാത്രമാണല്ലോ. ഇപ്പം ലൈവായിട്ടാണ് നിങ്ങൾ പഠിക്കണതെങ്കിൽ ഞാൻ അവരെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് റെക്കോർഡഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ ഈ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ മെയിലിലോട്ട് നമ്മൾ അയച്ചു തരുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ 3, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലായിരിക്കും നമ്മൾ വരുന്ന ലേറ്റസ്റ്റ് വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, യൂട്യൂബിൽ ഉള്ള നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്. അതല്ല, സെപ്പറേറ്റ് വിജിലൻറ്റ് ബൈറ്റിൻ്റെ തന്നെ ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിലായിരിക്കും വരുന്ന വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ 4, നിങ്ങളുടെ റെസ്യൂം പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഗൂഗിൾ മീറ്റ് കയറിയിട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് ചേഞ്ചസ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ റെസ്യൂം പ്രിപ്പറേഷൻസിന് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. റെസ്യൂം, ലിങ്ക്ഡിൻ, ജോബ് പോർട്ടൽ, ഈ 3 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് എത്രത്തോളം ആയി, കഴിഞ്ഞോ, ഓക്കെ ആണോ എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുക. ഫൈൻ. എന്നുവെച്ചാൽ ലൈവ് ആണെങ്കിൽ എനിക്ക് നേരിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഫ്ലോയിൽ തന്നെ ഞാൻ പറഞ്ഞു പോകും. പക്ഷെ ഇത് റെക്കോർഡഡ് ആകുമ്പോൾ എനിക്ക് നിങ്ങളെ എത്ര എത്തി അങ്ങനെ ഒരു ചോദിച്ച് നിൽക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. കുറേ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ തന്നെ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളെല്ലാം ഏകദേശം സെറ്റ് ആയെങ്കിൽ റെസ്യൂമിനും ജോബ് പോർട്ടലിലൊക്കെ നിങ്ങൾ പറയേണ്ട ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്, ഇതിനൊന്നൊരു അസിസ്റ്റൻസ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നേരിട്ട് ഒറ്റയടിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ആ ഒരു പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എവിടെയാണ് എനിക്കൊരു കുറവ് വന്ന് നോക്കുന്നത്, ഇനി എന്ത് സ്കില്ലാണ് എനിക്ക് വേണ്ടത്, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ അസിസ്റ്റൻസ് ആണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫൈൻ. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലേലിസ്റ്റിൽ എന്തുണ്ട്, ആദ്യത്തെ 10 വീഡിയോ പവർ ബിയുടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ അത് വാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മെമ്പർഷിപ്പ് എടുത്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ അതിൽ ഫൈനലായിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈമിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് അതിൽ എന്തെങ്കിലും സജഷൻസോ ചേഞ്ചസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഫൈൻ. പിന്നെ നമുക്ക് എന്താണ്, എല്ലാ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പവർ ബി ഐ മാത്രമല്ല, ഇപ്പം ഞാൻ വേറെ കുറച്ച് കൂടി ചിലപ്പോൾ മെമ്പർഷിപ്പ് ഓൺലി ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും. എന്തായാലും അഡ്വാൻസ് ലെവൽ വരെ മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. 1200 ആ റേഞ്ച് മാത്രമേ നമ്മൾ ഇപ്പോൾ കൊടുക്കത്തുള്ളൂ. അതിന് കൂടുതൽ എമൗണ്ട് ഒന്നും എടുത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റൻസ് ചോദിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പവർ ബി ഐക്ക് ആയിരിക്കും. ഓക്കെ, ഫൈൻ. സോ എന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു കേസ്, മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് എടുക്കുന്നുണ്ട്. 2-3 പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്, 2-3 ടീംസ്. പക്ഷേ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഒരു മെമ്പർഷിപ്പിന് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എക്സ്ട്രാ വരേണ്ടി വരുന്ന ടൈമിൽ
എക്സ്ട്രാ പേയ്മെന്റ് അങ്ങനെ രീതിയിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു മെമ്പർഷിപ്പിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫൈൻ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ റെസ്യൂമിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസിൻ്റെ അവിടെ ഈ ഒരു വിജിലൻറ്റ് ബൈറ്റ് ആ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. വിജിലൻറ്റ് ബൈറ്റ് നോളജ് ലാബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അതല്ല കോഴ്സ് കംപ്ലീഷൻ ആണെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരാം. അതൊക്കെ നമ്മൾ റെസ്യൂം ആൻഡ് പോർട്ട് പ്രിപ്പറേഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ദാറ്റ്സ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.